നമസ്കാരം. ഓസ്ട്രേലിയൻ കുടിയേറ്റ നിയമത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണികളാണ് നടക്കുന്നത്. 2026 മാർച്ചിൽ ഓസ്ട്രേലിയൻ കുടിയേറ്റ നിയമത്തിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. എന്താണ് പുതിയ മാറ്റം, ഇതെങ്ങനെയാണ് ആളുകളെ ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. മൈഗ്രേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2026 എന്ന പുതിയ ഭേദഗതിയിലൂടെ ഇമിഗ്രേഷൻ മന്ത്രിക്ക് വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളുടെ പ്രവേശനം നിയന്ത്രിക്കാൻ അസാധാരണമായ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെ അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്നാണ് വിളിക്കുന്നത്. മാർച്ച് 12 പാർലമെന്റ് പാസാക്കിയ നിയമം 14 തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് അമിത അധികാരം നൽകുന്നതാണ് ഈ പരിഷ്കാരം. യുദ്ധം, ആഭ്യന്തര കലാപം, വലിയ തോതിലുള്ള മാനുഷിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന മറ്റ് ആഗോള സംഭവങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഓസ്ട്രേലിയക്ക് പുറത്തുള്ള വിസ ഉടമകളുടെ യാത്ര നിയന്ത്രിക്കാൻ ഈ നിയമം സർക്കാരിനെ അനുവദിക്കുന്നു. അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്ന ഈ പ്രത്യേക അധികാരം ഇതനുസരിച്ച് 6 മാസം വരെ ഒരു നിശ്ചിത വിഭാഗം ആളുകളുടെയോ രാജ്യക്കാരുടെയോ പ്രവേശനം തടയാൻ സാധിക്കും. സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഈ കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെയോ ജനവിഭാഗത്തെയോ ലക്ഷ്യം വച്ചല്ല ഈ നിയമമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് വിസ വിഭാഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ വിവേചന അധികാരം മന്ത്രിക്കായിരിക്കും. ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരമൊരു കടുപ്പമേറിയ നിയമപരിഷ്കാരം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രധാനമായും രാജ്യത്തിന്റെ സുരക്ഷയും ആഭ്യന്തര സാമ്പത്തിക സുസ്ഥിരതയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ആഗോളതലത്തിൽ യുദ്ധങ്ങളോ പെട്ടെന്നുള്ള രാഷ്ട്രീയ അസ്ഥിരതകളോ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും വിദേശത്തു നിന്നുള്ള അനിയന്ത്രിതമായ ജലപ്രവാഹം തടയാനും സർക്കാരിന് ഉടനടി ഇടപെടേണ്ടി വരും. മുൻകാലങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിയമപരമായ സങ്കീർണതകൾ നിലനിന്നിരുന്നു. എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ ഇമിഗ്രേഷൻ മന്ത്രിക്ക് അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ വഴി അതിവേഗം തീരുമാനമെടുക്കാൻ സാധിക്കും. കൂടാതെ ഓസ്ട്രേലിയ നിലവിൽ നേരിടുന്ന കടുത്ത ഭവന പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ ജീവിത ചെലവ് വർധനവുമുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. കുടിയേറ്റക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിലൂടെ വീടുകളുടെ ലഭ്യത ഉറപ്പാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം കുറച്ച് സ്വദേശികളായ സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകാനുമാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ അപ്രതീക്ഷിത ആഗോള പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മുൻകരുതൽ ആയുധം എന്ന നിലയിലാണ് ഈ നിയമം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് പുതിയ നിബന്ധനകളും മറ്റ് പരിഷ്കാരങ്ങളും എന്ന് നോക്കാം. കുടിയേറ്റത്തിന് പുറമെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില പ്രധാന മാറ്റങ്ങളും ഈ ജനുവരി മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ക്യാഷ് പേയ്മെന്റ് നിയമമാണ്. കടകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം സ്വീകരിക്കാൻ വ്യാപാരികൾ ബാധ്യസ്ഥരാണ്. ഡിജിറ്റൽ ഇടപാടുകൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ആശ്വാസം നൽകും. മറ്റൊന്ന്, തൊഴിൽ വിസ കർശനമാക്കി എന്നുള്ളതാണ്. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുൻപ് പ്രാദേശികമായ ആളെ കിട്ടാനില്ല എന്ന് തൊഴിലുടമകൾ തെളിയിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സാമ്പത്തിക ഇളവുകളാണ്. അതായത് ശിശുക്ഷേമ സബ്സിഡി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സെൻട്രൽ ലിങ്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. മരുന്നുകളുടെ വില പരിധി $25 കുറച്ചു. എന്നാൽ വൈദ്യുതി ബില്ല് ഇളവുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികളെയും പ്രവാസികളെയും ഇതെങ്ങനെ ബാധിക്കുമെന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒന്ന്, യാത്രാ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഫീസ് അടച്ചതുകൊണ്ടോ സാധുവായ വിസ ഉള്ളതുകൊണ്ടോ മാത്രം ഓസ്ട്രേലിയയിൽ ഇറങ്ങാമെന്ന് ഇനി ഉറപ്പിക്കാനാവില്ല. യാത്രയ്ക്ക് തൊട്ടു മുൻപ് നിയന്ത്രണം വന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് ബോർഡിംഗ് പാസ് നിഷേധിക്കപ്പെടും. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാവും. പഠനം പാതിവഴിയിലാകാനും സാമ്പത്തിക നഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. നിയന്ത്രണ കാലയളവിനുള്ളിൽ വിസ കാലാവധി തീർന്നാൽ വലിയ നിയമക്കുരുക്കാകും. ഇനി ഹൈറിസ്ക് പട്ടികയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ലെവൽ 3 പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പരിശോധനകൾ കൂടുതൽ കർശനമാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കും. ഇനി ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട ആളുകൾ, ഓസ്ട്രേലിയൻ പൗരന്മാർ, PR ഉള്ളവർ, അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരെയൊന്നും ഈ യാത്രാ നിയന്ത്രണങ്ങൾ ബാധിക്കുന്നില്ല. ഇനി പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നിലവിൽ ആർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നാട്ടിൽ പോയി മടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും പുതിയ വിസയിൽ വരുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യാത്രയ്ക്ക് മുൻപായി വേവോ വഴി വിസ ഇൻ എഫക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അംഗീകൃത മൈഗ്രേഷൻ ഏജന്റുമാരുടെ ഉപദേശം തേടുക. നിങ്ങളുടെ വിസ നിലവാരമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന യാത്രയെക്കുറിച്ചോ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.